UDF സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ ലീഗിൽ പടയൊരുക്കം. താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസിനെ ഫാത്തിമ തഹ്ലിയ അധിക്ഷേപിച്ചുവെന്ന് ആരോപണം. നേതാക്കളുടെ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞ് സ്ഥാനമാനങ്ങൾ നേടിയവർ ഇപ്പോൾ നവാസിനെ വേട്ടയാടുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ. ലീഗിലെ ഹരിത രാഷ്ട്രീയം വീണ്ടും ചർച്ചയാകുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ പ്രതിഷേധമുയരുന്നു. യൂത്ത് ലീഗ് നേതാവും താനൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ PK നവാസിനെതിരെ ഫാത്തിമ തഹ്ലിയ ആരോപണങ്ങൾ ഉയർത്തിയതാണ് ലീഗിനുള്ളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ അടിസ്ഥാന കാരണം. PK നവാസിന്റെ അടുത്ത അനുയായിയും MSFന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VA വഹാബാണ് സോഷ്യൽ മീഡിയ വഴി ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത്. ലീഗിലെ വിഷച്ചെടിയായ ഫാത്തിമ തഹ്ലിയ പെണ്ണ് എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് ഏത് നുണയെയും സത്യമാക്കാമെന്ന ചിന്ത ഒരുതരം മാനസിക വിഭ്രാന്തിയാണെന്ന വിധത്തിൽ ഫാത്തിമ തഹ്ലിയയെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. മുതിർന്ന ലീഗ് നേതാക്കളുടെ കാലുപിടിച്ച് പാർട്ടിയിൽ കയറിപ്പറ്റിയ ശേഷം സ്ഥാനമാനങ്ങൾ നേടി വീണ്ടും PK നവാസിനെ വേട്ടയാടുകയാണ് ഫാത്തിമ തഹ്ലിയ ചെയ്യുന്നതെന്നും ആത്മാർത്ഥതയുള്ള ലീഗ് പ്രവർത്തകർക്ക് ഇത് കൈകെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ലെന്നും VA വഹാബ് രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളുടെ തിരുമുറ്റത്ത് വന്ന് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞും മാപ്പപേക്ഷിച്ചും കോഴിക്കോട്ടും കാരത്തോടും സിറ്റിംഗുകൾ നടത്തി നേതാക്കളുടെ വീടുകൾ കയറിയിറങ്ങിയും കാലുപിടിച്ചും പ്രസ്ഥാന സ്ഥാനമാനങ്ങളിൽ കടന്നുകൂടിയവർ ഇലക്ഷൻ കാലത്ത് വീണ്ടും സഹപ്രവർത്തകന്റെ പച്ചമാംസം കൊത്തിവലിക്കുകയാണ്. ഈ വിധത്തിൽ വിഷം തുപ്പുന്നത് രാഷ്ട്രീയ നന്ദികേടാണ്. ഇതെല്ലാം കാണുമ്പോൾ മൗനം പാലിക്കാനാവില്ലെന്നും വഹാബ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ അടിമുടി പിടിച്ചുലച്ച ഹരിത രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയ MSF നേതാവായിരുന്നു ഫാത്തിമ തഹ്ലിയ. നജ്മ തബ്ഷീറ, മുഫീദ തെസ്നി എന്നിവരായിരുന്നു മറ്റ് ഹരിത നേതാക്കൾ. നവാസ് അടക്കമുള്ള നേതാക്കൾ മഹിളാ പ്രവർത്തകരെ അടക്കം പീഡന ശ്രമങ്ങൾ നടത്തിയെന്ന ആരോപണവും ഹരിത നേതാക്കൾ ഉയർത്തിയിരുന്നു. ഇതിനെതിരെ രംഗത്ത് വന്ന നവാസ് ഹരിത നേതാക്കളെ കടന്നാക്രമിച്ചു. വേശ്യകൾക്കും അവരുടെ ഭാഗം പറയാനുണ്ടാകും, പലരുടെയും ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന വിധത്തിൽ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണമാണ് അന്ന് ഹരിത നേതാക്കൾ ഉയർത്തിയത്. ഇതോടെ ഹരിത വിവാദം ശക്തമായി. പ്രശ്നം പരിഹരിക്കാൻ മുതിർന്ന നേതാക്കൾ ആദ്യഘട്ടത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഫലപ്രദമായതുമില്ല. ഫാത്തിമ തഹ്ലിയയുടെ നേതൃത്വത്തിൽ ഹരിത നേതാക്കൾ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കൂടാതെ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസും നൽകിയതോടെ വിവാദം കത്തിപ്പടർന്നു. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ചർച്ച നടത്തിയ ശേഷമാണ് നേതാക്കൾ കേസ് പിൻവലിച്ചത്. ഇതിനെ തുടർന്ന് ഹരിത നേതാക്കൾക്ക് ലീഗിൽ സ്ഥാനമാനങ്ങൾ കിട്ടി. ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷനിൽ കൗൺസിലറായി. മുഫീദ തെസ്നി വയനാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. നജ്മ തബ്ഷീറ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ സീറ്റ് നൽകുകയും ചെയ്തു. ഊർജിതമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മീഡിയ വൺ ചാനലിൽ ഫാത്തിമ തഹ്ലിയ പങ്കെടുത്ത ചർച്ചയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഹരിത വിവാദ കാലത്ത് PK നവാസ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിച്ചിട്ടില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ വഴങ്ങിയിട്ടില്ലെന്നുമാണ് ഫാത്തിമ തുറന്നടിച്ചത്. ഇത് താനൂരിലെ ലീഗ് സ്ഥാനാർത്ഥി PK നവാസിനെതിരായ ഒളിയമ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഒരു വിഭാഗം യൂത്ത് ലീഗ് നേതാക്കൾ ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ രംഗത്ത് വന്നത്. മുസ്ലിം ലീഗിനുള്ളിൽ ഇത് സംബന്ധിച്ച് ചേരിതിരിഞ്ഞ ചർച്ചകൾ നടന്നുവരികയാണ്. നിയമസഭാ ഫലപ്രഖ്യാപനത്തിനു ശേഷം ഫാത്തിമ തഹ്ലിയ വിവാദങ്ങൾ മുസ്ലിം ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ.